ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു മൈക്രോവേവിൻ്റെ കംപ്ലൈൻറ്റ് പരിഹരിക്കുന്ന ഒരു വിധം കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ഭയങ്കര ഡേഞ്ചറസ് ഒരു ഇതാണ്. മൈക്രോവേവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വേവ്സ് ഹൈ പവർ വേവ്സാണ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇത് ഓണാക്കിയിട്ട് അതിൻ്റെ അടുത്ത് സ്ക്രൂ ഡ്രൈവറോ അങ്ങനത്തെ മെറ്റൽ ഐറ്റംസ് ഒന്നും ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ നിൽക്കരുത്. അപ്പം ശ്രദ്ധിക്കുക. ആദ്യം തന്നെ പ്രൊട്ടക്ഷൻ റെഡിയാക്കുക. ഓക്കെ, കാരണം അതിലൊരു കപ്പാസിറ്റർ ഉണ്ട്, അത് കറണ്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഡിസ്ചാർജ് ആവില്ല. ഡിസ്ചാർജ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് നല്ല റബ്ബറിൻ്റെ കോട്ടിംഗ് ഉള്ള പ്ലെയർ ഉപയോഗിച്ചിട്ട്, ഓക്കെ, നമ്മൾ പിടിക്കുന്നതോട് നല്ല റബ്ബറിൻ്റെ കോട്ടിംഗ് ഉള്ള പ്ലെയർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഡിസ്ചാർജ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ എനിക്ക് കിട്ടിയ കംപ്ലൈൻറ്റ് എന്താ വെച്ചാൽ ഭയങ്കര വേവ്സിൻ്റെ സൗണ്ട് വരിക എന്നുള്ളതാണ്. അപ്പം എന്തെങ്കിലും സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീപ്പൊരിയുടെ സൗണ്ട് ഉണ്ടല്ലോ, ഷോക്കൊക്കെ വരുന്ന അങ്ങനത്തെ ഒരു സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കണ്ടത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഷീറ്റ് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എൻ്റെ അടുത്ത് ആ ഷീറ്റ് കയ്യിലില്ലായിരുന്നു. ഇതാണ് ആ ഷീറ്റ്, ഉണ്ടോ? ഇതുണ്ട് അവിടെ ബ്ലാക്ക് മാർക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, എൻ്റെ അടുത്ത് വലിയൊരു റൊട്ടി മേക്കർ ഉണ്ട്. വലിയ റൊട്ടി മേക്കർ അയച്ചു ഉണ്ടായിരുന്നു. അതാണ് സാധനം. നിങ്ങൾക്ക് ഫോട്ടോ കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ വലിയ റൗണ്ടിൽ ഇങ്ങനത്തെ ഷീറ്റ് വരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, അതെടുത്ത് ഇതേമാതിരി മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തു. അത് കയ്യിലില്ലാത്ത ടെക്നീഷ്യന്മാർക്ക് ഒരു ഉപകാരമാവും ഈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഐഡിയകൾ. ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു, അതവിടെ സെറ്റാക്കി. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനുള്ളിലൊരു ഗ്ലാസും ഒരു വീലും വരലുണ്ട്. അത് ഇതിലില്ലാത്തത് കൊണ്ട് ഞാൻ ഗ്ലാസ് ഇവിടെ സൈഡിൽ വെക്കുകയാണ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് ഓണാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ഡ്രൈവറോ അങ്ങനത്തെ സംഗതിയൊന്നും ഉപയോഗിക്കരുത്. ഒന്നും കൂടി പറയുകയാണ്, സേഫ്റ്റി നിർബന്ധമാണ്. കാരണം ഹൈ വേവ്സാണ് ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഭയങ്കര ഹൈ പവർ വേവ്സ് ആയതുകൊണ്ട് ഷോക്ക് അടിക്കും, നമുക്ക് മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനത്തെ ടെക്നീഷ്യന്മാർ എടുക്കുമ്പോൾ അതിൻ്റെതായ സേഫ്റ്റി ഉപയോഗിക്കുക. ഓക്കെ, പവറൊന്ന് ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മിനിറ്റിലേക്ക് ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സംഗതി ഓണായിട്ടുണ്ട്. ഇപ്പോൾ സൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. മറ്റേത് ഭയങ്കരമായിട്ട് തീപ്പൊരി പൊട്ടിത്തെറിക്കുന്ന മാതിരി സൗണ്ടുകളായിരുന്നു. അതായത് ഇത് കത്തിയത് കൊണ്ടാണ്. ഓക്കെ, ഈ സാധനം കത്തിയത് കൊണ്ടാണ്. വേവ്സ് വന്ന് ഇവിടെ ഹോൾസ് ആയിട്ടുണ്ട്, അതുകൊണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വീട്ടിൽ മൈക്രോവേവൊക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. ഉള്ളിൽ വെള്ളം ചിന്തി പോയാലൊക്കെ വളരെ വൃത്തിയാക്കി തുടച്ചെടുക്കുക. എണ്ണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓഫാക്കിയിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുക, എന്നിട്ടേ ഉപയോഗിക്കാവൂ. ഓക്കെ, അപ്പം നമുക്കിത് ഓണാക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റിലേക്കാണ് ഞാൻ ഓണാക്കിയത്. കാരണം അധികമായി കഴിഞ്ഞാൽ ഗ്ലാസ് ചിലപ്പം പൊട്ടിത്തെറിക്കും. വെള്ളം ചൂടായി. ഓക്കെ, 2 സെക്കൻഡും കൂടി. ഓക്കെ, നമുക്ക് നോക്കാം അത് ഓക്കെ ആയിട്ടുണ്ടോ എന്നുള്ളത്. ഗ്ലാസ് ഞാൻ പുറത്തെടുത്ത്. ഓക്കെ, വെള്ളം ചൂടായിട്ടുണ്ട്. കണ്ടോ, ആവി ചെറുങ്ങനെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. ഓവർ ഹീറ്റ് ആക്കാഞ്ഞതാണ്. ചിലപ്പോൾ ഗ്ലാസ് പൊട്ടിത്തെറിക്കും. ഗ്ലാസ് അതിന് ടെമ്പർ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണും വരെ ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ വാച്ച് ചെയ്യുക, അതേമാതിരി സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇനി മുന്നിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ബൈ. സീ യു.